മക്കാബേയരുടെ രണ്ടാം പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. ബാരക്കമോർ. 3 വർഷം കഴിഞ്ഞ് സെലൂക്കസിന്റെ മകൻ ദെമത്രിയോസ് യൂദയ്ക്കെതിരായി ആഗതനായി. സുശക്തമായ ഒരു വലിയ സേനയോടുകൂടി സർവ്വഭൂതലവും പിടിച്ചടക്കത്തക്ക ആയുധവർഗത്തോടുകൂടി ആലസ് തുറമുഖത്ത് കടന്നു. എന്തെന്നാൽ അവൻ അന്ത്യാക്കോസിനെയും കാരിസ്ഥൻ ലുസിയോസിനെയും വധിച്ചു കഴിഞ്ഞിരുന്നു. മുമ്പ് പ്രധാനാചാര്യനായിരുന്ന അക്കിൽമോസ് 6 വർഷളനായിരുന്നു. യോജിപ്പിന്റെ കാലത്ത് അവന് ഒരു പ്രത്യാശയുമില്ല. ബലിപീഠത്തോട് സമീപിക്കാൻ പോലും സാധ്യമല്ല എന്ന് കണ്ട് 151-ാം ആണ്ട് ഒരു പൊൻകിരീടവും സ്വർണ്ണക്കതിരും ദൈവാലയത്തിൽ നിന്നും എടുത്തു. ഈന്തപ്പന തലപ്പുകളും എടുത്തു ദെമത്രിയോസിന് സമ്മാനിച്ചു. അന്ന് സമാധാനത്തോടെ അയാൾ കഴിച്ചു. അൽക്കിമോസ് തൻ്റെ മത്സരത്തിനും ദുഷ്ടതയ്ക്കും അവസരമാഗതമായി എന്ന് ചിന്തിച്ചിരിക്കെ രാജാവ് രാജസദസ്സിലേക്ക് അവനെ വിളിപ്പിച്ച് എന്താലോചിച്ചും ചിന്തിച്ചും കൊണ്ടാണ് യഹൂദർ ഇങ്ങനെ ശക്തി ആർജിക്കുന്നതെന്ന് ചോദിച്ചു. യഹൂദരുടെ സ്തുതി പാടുന്നവർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ നേതാവാണ് മക്കാബി. അവരാണ് മത്സരവും വൈരാഗ്യവും യുദ്ധവും ശക്തിപ്പെടുത്തുന്നത്. രാജ്യത്ത് സമാധാനമുണ്ടായിരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ആകയാൽ ഞാനും എൻ്റെ പിതാക്കന്മാരുടെ അന്തസ്സാകുന്ന മഹാപുരോഹിത സ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞു. ദൈവമേ, ശത്രുക്കളായ പിശാചുക്കളുടെ മായാവിദ്യയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ.